ചേരുകയാണ് ഗോപാൽ ശീലസനൽ. ഗവർണർക്ക് തിരിച്ചടി നേരിടുന്നതിൽ SFIയുടെ ഒരു ആഹ്ലാദമാണ് ഇപ്പോൾ ശിവപ്രസാദിന്റെ വാക്കുകളിൽ നമ്മൾ കണ്ടത്. അവർ പോരാട്ടം തുടരുന്നത് കേരള സർവകലാശാലയിൽ മോഹനൻ കുന്നുമ്മലിനെതിരെയാണ്, ഗവർണർക്കെതിരെയാണ്. ഇപ്പോൾ ഈ വന്നിരിക്കുന്ന കോടതി തീരുമാനം, അതിനെ ഗവർണർ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? രാജ്ഭവനിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണമുണ്ടോ? രാജ്ഭവനിൽ നിന്നും വിധിപ്പകർപ്പ് ലഭിച്ചതിന് ശേഷം വിധിയുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷം കൂടുതൽ പ്രതികരണം എന്ന തരത്തിലേക്കുള്ള മറുപടിയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിച്ചിരിക്കുന്നത്. കാരണം ഏതാനും നിമിഷങ്ങളായിട്ടല്ലേ ഉള്ളൂ ഈ വിധി പുറത്തു വന്നിട്ട്. കാരണം ഗവർണർക്ക് സിംഗിൾ ബെഞ്ചിൽ ഉണ്ടായ വിധി, ആ വിധിയുടെ അതേ പകർപ്പാണ്, അതേ തനിപ്പകർപ്പാണ് ഇപ്പോൾ ഡിവിഷണൽ ബെഞ്ചിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് തിരിച്ചടി എന്ന് തന്നെ കൃത്യമായി വ്യാഖ്യാനിക്കാൻ കഴിയും. കഴിഞ്ഞ തവണ കഴിഞ്ഞ 2024 സർക്കാർ നൽകിയ 2 പാനലുകൾ, അത് സാങ്കേതിക സർവകലാശാലയിലേക്ക് നൽകിയ 3-അംഗ പാനലും അതോടൊപ്പം തന്നെ IT വകുപ്പിൽ നിന്നും ഡിജിറ്റൽ സർവകലാശാലയിലേക്ക് നൽകിയ ആ 3-അംഗ പാനലും അടക്കം 2 പാനലുകളും പൂർണ്ണമായും തള്ളിക്കൊണ്ട് വലിയ തരത്തിലേക്കുള്ള അഭിപ്രായ വ്യത്യാസം, വലിയ തർക്കങ്ങൾ നിലനിർത്തിക്കൊണ്ടാണ് സ്വന്തം നിലയ്ക്ക് 2 പേരെ ചുമതലപ്പെടുത്തിയപ്പോഴും അത് സർക്കാരിനെ ഏതൊക്കെ തരത്തിൽ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന ആൾക്കാരാകുമോ അങ്ങനെ പ്രകോപിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളെയാണ് അന്ന് രാജ്ഭവൻ അവിടെ അന്നത്തെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലപ്പെടുത്തിയത്. അന്ന് K. ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാലയിൽ ചുമതലയേറ്റപ്പോൾ വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം, ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന അധ്യാപകരുടെയും ജീവനക്കാരുടെയും പ്രതിഷേധം ഇടതു സംഘടനയുടെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നു. സിസ തോമസ് കഴിഞ്ഞ കാലങ്ങളെല്ലാം തന്നെ സാങ്കേതിക സർവകലാശാലയിൽ VC ആയി അന്ന് ആദ്യഘട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ ചുമതലയേറ്റ നിർദ്ദേശപ്രകാരം ചുമതലയേറ്റ കാലം മുതൽ ഇന്ന് വരെ സാങ്കേതിക സർവകലാശാല ഡിജിറ്റൽ സർവകലാശാല VC ആയിരുന്ന സിസ തോമസും സർക്കാരും തമ്മിൽ നേർക്കുനേർ പോരാട്ടമായിരുന്നു, നിയമ പോരാട്ടമായി, അഭിപ്രായ ഭിന്നതകളായി, വലിയ തരത്തിലേക്കുള്ള പരസ്പരമുള്ള ദ്രോഹം, തന്നെ ദ്രോഹിക്കുന്ന തലത്തിലേക്ക് പോലും സിസ തോമസ് വാദിക്കുന്ന തരത്തിലേക്ക് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുകൾ ഉണ്ടായി. ആ ഘട്ടത്തിലാണ് ആ 2 പേർക്കും തിരിച്ചടി ഉണ്ടാകുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ സർക്കാർ ഉയർത്തിയ രാഷ്ട്രീയവും നിയമപരവുമായിട്ടുള്ള തിരിച്ചടി നേരിട്ടിരിക്കുകയാണ്. താൽക്കാലിക VC നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് ശരിവെക്കുന്നു. ചാൻസലറായ ഗവർണറുടെ ഹർജി ഹൈക്കോടതി തള്ളുകയും ചെയ്തിരിക്കുകയാണ്. 2 സർവകലാശാലകൾ, ഡിജിറ്റൽ, KTU, ഈ 2 സർവകലാശാലകളിൽ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിച്ച നടപടി നിയമപരമല്ല എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ നൽകിയ അപ്പീലിലാണ് തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ്. പ്രതികരണങ്ങൾ വരുന്ന മുറയ്ക്ക് ഗവർണറുടെ അടുത്ത നീക്കം എന്തെന്ന് അറിയാനായി നമുക്ക് കാത്തിരിക്കാം.